ABZ മോട്ടോബിൽ ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുള്ളത് 2017 മോഡൽ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ആണ്. ഒരു വൈറ്റ് കളറിൽ വരുന്ന വാഹനമാണ്. വെറും 90,000 കിലോമീറ്റർ മാത്രം ഓടിയ സെക്കൻഡ് ഓണറിൽ വരുന്ന വാഹനം കൂടിയാണ്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. രണ്ടായിരത്തി 2017 മോഡൽ ഫോർച്യൂണർ നോക്കുന്നവർക്ക് ഹൈ ക്വാളിറ്റി വാഹനമാണ് നമ്മളെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ളി വൈറ്റ് കളറിൽ വരുന്ന 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് നോക്കുകയാണെങ്കിൽ ഒരു റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല. അതർ സ്റ്റേറ്റ് വാഹനമാണ്. കേരളത്തിലേക്ക് നമ്പറായി KL 11 രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഫാൻസി നമ്പറും കൂടിയാണ് ഇതിന് വരുന്നത്. ഫ്രണ്ട് ഭാഗം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ അതിന് വരുന്നത്. ഇവിടെ ഒരു ഡാർക്ക് എലമെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം കൊണ്ട് നല്ല കിടിലൻ ലുക്ക് തന്നെയാണ്. ഫോഗ്ലാമിന്റെ ഏരിയയൊക്കെ ക്രോം ഫിനിഷ് തന്നെയായിരുന്നു വരുന്നത്. അതൊക്കെ ഒരു ഡാർക്ക് ഫിനിഷിലേക്ക് ആക്കിയപ്പോൾ കിടിലൻ ലുക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ സ്റ്റോക്ക് ആയിട്ടുള്ള അലോയ് തന്നെയാണ് വരുന്നത്. ടയറും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനുണ്ട് നിലവിൽ. ഇതിന്റെ ബോഡി കണ്ടീഷൻ ആണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. പക്ക ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിന്റെ എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ ഉള്ളത്. നിങ്ങൾക്ക് വാഹനം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു പണിയും കാര്യങ്ങളും ഒന്നും ചെയ്യാനില്ല. അത്രയും ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ മൊത്തത്തിലുള്ളത്. അപ്പൊ ഈ ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ക്രോം ഫിനിഷിലായിരുന്നു. അതും ഡാർക്ക് എലമെന്റിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ അതൊരു ഡീസൽ വാഹനമാണ്. ഫോർച്യൂണർ എന്നുള്ള ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ക്രോം ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഇടയിൽ ഡാർക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ വേറെ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഈ വാഹനം ഉള്ളത്. ഇനി ഇതിന്റെ ഇന്റീരിയർ ആണ് നോക്കേണ്ടത്. ഇന്റീരിയർ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിന്റെ ഇന്റീരിയർ ഉള്ളത്. ഫുള്ളി നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഫോർച്യൂണറിന്റെ നോക്കുകയാണെങ്കിൽ ഫുള്ളി ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ വരിക. 91,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഫോർച്യൂണറിന്റെ ഫീച്ചേഴ്സിലേക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, പിന്നെ സ്റ്റിയറിംഗുമ്പോൾ തന്നെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ അടിപൊളി തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു കിടിലൻ സീറ്റ് തന്നെയാണ്. പിന്നെ ഇന്റീരിയറിലൊന്നും വേറെ ഒരു മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണുള്ളത്. സീറ്റ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വാഹനം തന്നെയാണിത്. ഇതിന്റെ മിറർ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിന് സ്റ്റോക്ക് ആയിട്ടുള്ള സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ ആണ് വരുന്നത്. എസിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കിടിലൻ ക്വാളിറ്റിയിൽ തന്നെയാണുള്ളത്. പിന്നെ ഇതിന്റെ മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫോർച്യൂണർ നല്ല ഹൈ ക്വാളിറ്റി വാഹനം, അതർ സ്റ്റേറ്റ് വാഹനം ഹൈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് അങ്ങനെ എല്ലായിടത്തും നിങ്ങൾക്ക് അതർ സ്റ്റേറ്റ് ഇത്രയും ക്വാളിറ്റി ഉള്ള വാഹനം കിട്ടിക്കൊള്ളണമെന്നില്ല. അത്രയും കിടിലൻ വാഹനമാണ്. അത് നിങ്ങൾക്ക് വന്ന് കണ്ടാൽ നമുക്ക് അത്രയും 100% ഗ്യാരണ്ടി തരാൻ പറ്റുന്ന വാഹനം കൂടിയാണ്. എൻജിൻ സൈഡ് ആണെങ്കിലും എല്ലാ സൈഡ് ആണെങ്കിലും അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വാഹനം ഉള്ളത്. എയർ ബാഗുകളും നോക്കുകയാണെങ്കിൽ 5 എയർ ബാഗുകൾ ഉണ്ട്. നല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. പിന്നെ ടൊയോട്ടനെ കുറിച്ച് പറയേണ്ടതില്ല. നമുക്ക് 90,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. ഇത് 1, 2, 3, 4 ലക്ഷം ഓടിയാലും അത്രയും വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ടു നടന്നാൽ അത്രയും ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ആ രീതിയിൽ കൊണ്ടു നടന്ന ഒരു ക്വാളിറ്റി വാഹനം തന്നെയാണിത്. അപ്പോൾ എൻജിൻ സൈഡ് ആണെങ്കിലും ഒക്കെ പക്ക പെർഫെക്റ്റ് ആണ്. പിന്നെ ഫുള്ളി ഷോറൂം ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഫുള്ളി ഷോറൂം തന്നെ സർവീസ് ചെയ്ത ഒരു മുതലൂണിയാണിത്. പിന്നെ ഇതിന്റെ സ്വിച്ചുകൾ നോക്കുകയാണെങ്കിൽ എക്കോ മോഡ്, പവർ മോഡ് 2 മോഡുകളാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഒരു എക്സ്ട്രാ ഫീച്ചർ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു തെഫ്റ്റ് ലോക്കാണ്. നമ്മൾ എവിടെയെങ്കിലും വാഹനം നിർത്തി പോവുകയാണെങ്കിൽ നമ്മൾ ഈ ലോക്ക്, ഈ ഗിയർ നോബിന്റെ അവിടെ ഇതിലൂടെ പാർക്കിങ്ങിൽ ഇട്ടതിന് ശേഷം ഇവിടേക്ക് പുള്ള് ചെയ്തിട്ടാൽ അത് വാഹനം ലോക്കായി. ഇത് ആർക്ക് വേണമെങ്കിലും തുറക്കണമെങ്കിൽ ഇതിന്റെ കീ ഓപ്പൺ ആക്കിയാലേ ഇത് തുറക്കൂ. അത്രയും സേഫ്റ്റി ഫീച്ചറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതർ സ്റ്റേറ്റിൽ നാട്ടിലേക്ക് നമ്പറായ വാഹനം, ഹൈ ക്വാളിറ്റി വാഹനം നോക്കി നടക്കുന്നവർക്ക് ഒരു കിടിലൻ ഓപ്ഷൻ ആണ് ഈ വാഹനം. സെക്കൻഡ് ഓണറിലാണ് വരുന്നത്. KL 11 രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ആരെങ്കിലും നോക്കി നടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി. ഈ വാഹനത്തിന്റെ പ്രൈസ് ആണ് ഇനി പറയാനുള്ളത്. ഇതിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 30,50,000 ആണ്. ഹൈ ക്വാളിറ്റി വാഹനമാണ്. നല്ല ക്വാളിറ്റിയിലുള്ള വാഹനം ആഗ്രഹിക്കുന്നവർക്ക് ഒരു കിടിലൻ മുതൽ. അപ്പോൾ വേഗം വിളിച്ചോളി. ഈ വാഹനം നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ടും എടുക്കാം. നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റി വാഹനമാണ്. നമുക്ക് 100% ഗ്യാരണ്ടി തരാൻ പറ്റുന്ന വാഹനം കൂടിയാണ്. അപ്പോൾ ഇതുവരെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, അതിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.